പാഠം 220. ഓണം വരവായി. സമയം എത്രയാണെന്നറിയാമോ? അവിടെ ക്ലോക്ക് ഇല്ലേ മോഹനേട്ടാ? ഒന്ന് നോക്കി വിടായിരുന്നു. ഇനി അടുക്കള ചായ ഉണ്ടാക്കുന്ന നേരത്ത് ഞാൻ തന്നെ അതുകൂടെ നോക്കി പറയണോ? ഒരുപാട് തമാശ പറയരുത്. എനിക്ക് സമയം നോക്കാൻ അറിയാത്തത് കൊണ്ടല്ല നിന്നോട് ചോദിച്ചത്. സമയം ഇത്രയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാ. ചെയ്യേണ്ട കാര്യങ്ങളോ? രാവിലെ ആദ്യം ചെയ്യേണ്ട കാര്യം ചായ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്തോണ്ടിരിക്കല്ലേ. ഇനിയിപ്പോ കഴിക്കാനുള്ളത് ഉണ്ടാക്കണം, ഉച്ചയൂണ് ഉണ്ടാക്കണം, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഭാമേ, അപ്പൊ പൂക്കളം ഇടുന്ന ആരാ? പൂക്കളം ഇടണ്ടേ? അത്തപ്പൂക്കളം ഇന്നലെ നമ്മൾ ഇട്ടതല്ലേ. അങ്ങനെ ഒരു ദിവസം മാത്രം പോരല്ലോ. ഇനി തിരുവോണം വരെ 10 ദിവസവും പൂക്കളം വേണം. ഇത്തവണ തിരുവോണം വരെ 9 ദിവസമേ ഉള്ളൂ. അത്ത 9-ന് തിരുവോണം എന്നാണ് ഈ പ്രാവശ്യം. അത് നോക്കിയില്ലായിരുന്നു? അനിഴവും തൃക്കേട്ടയും ഒരു ദിവസം വന്നതുകൊണ്ട് ഇത്തവണ അത്തം കഴിഞ്ഞ് 9-നാണ് തിരുവോണം. ശരി, അപ്പോ 9 ദിവസത്തേക്ക് പൂക്കളിടണ്ടേ? മോഹനേട്ടാ, ഇന്നലത്തെ പൂക്കളിടാനുള്ള പൂ എങ്ങനെ ഒപ്പിച്ചെന്ന് എനിക്ക് മാത്രമേ അറിയൂ. മനുഷ്യരിവിടെ 1000 കൂട്ടം തിരക്കുണ്ട്. അതിനിടയിൽ പൂക്കളിടാൻ കൂടെ എനിക്ക് നേരമില്ലഞ്ഞിട്ടാ. പൂക്കൾ ഇട്ടേ പറ്റുന്നതാണ് സാറിന് നിർബന്ധമെങ്കിൽ വില്ലേജ് ഓഫീസർ തന്നെ മെനക്കെട്ടിരുന്നങ്ങ് ഇട്ടാ മതി. ഇതാ ചായ കുടി. ഭാമേ, നമ്മൾ മലയാളികളാണ് എന്ന് നിനക്കറിയാമോ? നമ്മൾ ജീവിച്ചിരിക്കുന്നത് കേരളത്തിലാണ് എന്ന് നിനക്കറിയാമോ? ഓണം കേരളീയരുടെ ദേശീയോത്സവമാണ് എന്നും നിനക്കറിയാമോ? ഓണാഘോഷത്തിന് ഒട്ടും ഒഴിവാക്കാനാകാത്തൊരു ഘടകമാണ് ഓണപ്പൂക്കളം എന്നതും നിനക്കറിയാമോ? ഞാൻ അറിഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ മോഹനേട്ടാ. നാട്ടിൽ പൂക്കൾ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് പൂക്കൾ ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പൂക്കൾ കിട്ടാനില്ലെന്ന് ആര് പറഞ്ഞു? അന്വേഷിച്ചാൽ മാത്രമേ കിട്ടൂ. നീ എവിടെയെങ്കിലും അന്വേഷിച്ചോ? മോഹനേട്ടാ, ഇന്നും നാളെയുമായി 13 കേസുകളാണ് മജിസ്ട്രേറ്റ് കോടതിയിലും മുനിസിപ്പൽ കോടതിയിലും സബ് കോടതിയിലുമായി എനിക്കുള്ളത്. ഞാൻ കേസിന്റെ കാര്യം നോക്കോ പൂക്കളത്തിന്റെ കാര്യം നോക്കോ? ഭാമേ, ഓരോന്നിനും ഓരോ സമയമുണ്ട്. അത്തം മുതൽ ഓണം വരെയുള്ള സമയം ഓണാഘോഷത്തിന്റെ സമയമാണ്. ഇപ്പൊ പൂക്കളമിടാതെ കേസും വാദവും ഒക്കെ കഴിഞ്ഞിട്ട് പൂക്കളമിട്ടാൽ നാട്ടുകാർ പറയും ഭ്രാന്താണ് എന്ന്. മോഹനേട്ടന് ഇപ്പൊ എന്താ വേണ്ടത്? പൂക്കൾ ഇടണം. ആയിക്കോ, പറ്റില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പൂക്കൾ അന്വേഷിച്ച് നടക്കാൻ എനിക്ക് വയ്യാന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കഷ്ടം. സ്വന്തം നാടിന്റെ പാരമ്പര്യത്തെപ്പറ്റിയും ആചാരത്തെപ്പറ്റിയും ഒരു ബഹുമാനമില്ല സംസാരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു ഭാമേ? തമിഴ്നാട്ടുകാർ പൊങ്കൽ ആഘോഷിക്കുന്നു, വടക്കേ ഇന്ത്യയിൽ ദീപാവലി ആഘോഷിക്കുന്നു. അവർക്കൊക്കെ പഴയ ആചാരങ്ങളെ പറ്റി മതിപ്പുണ്ട്. മലയാളിക്ക് മാത്രം ഓണം എന്ന് പറയുന്നത് തുണിമേടിക്കാനും സദ്യ ഉണ്ടാക്കാനും പായസം കഴിക്കാനും ഒരു അവസരം. നിനക്കറിയോ ഭാമേ, ഞാൻ കുട്ടിയായിരുന്നപ്പോ ഓണക്കാലത്ത് കൃത്യം 5:30 എഴുന്നേൽക്കും. വെളിച്ചം വീഴുന്നതിന് മുമ്പ് നാടായ നാടെല്ലാം ചുറ്റി നടന്ന് കയ്യിലുള്ള കൂട നിറയെ പൂക്കൾ ശേഖരിക്കും. എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരും ചേർന്നിരുന്ന് ചാണകം മെഴുകിയ തറയിൽ പൂക്കളമിടും. അത് കഴിഞ്ഞ് മറ്റു വീടുകളിൽ പോയി നോക്കും നമ്മുടെ പൂക്കളമാണോ അവരുടെ പൂക്കളമാണോ നല്ലതെന്ന്. ഇപ്പോ അതിലൊന്നും ആർക്കും ഒരു താല്പര്യവും ഇല്ല. മോഹനേട്ടാ, കാലം മാറിപ്പോയില്ലേ. ഒന്നാമത് ആർക്കും ഒന്നിനും സമയമില്ല. രണ്ടാമത് മോഹനേട്ടൻ പൂക്കൾ തിരക്കി നടന്നതുപോലെ പൂക്കൾ തിരക്കി നടക്കാൻ ഇന്ന് നമുക്ക് സ്ഥലമില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? നിനക്കും നിന്നെ പോലുള്ളവർക്കും പൂക്കളം ഒരു നിസ്സാര കാര്യമായിരിക്കും. പക്ഷേ ഈ മോഹനകൃഷ്ണൻ അങ്ങനെ ഒരാളല്ല. ഞാൻ അഭിമാനബോധമുള്ളൊരു മലയാളിയാണ്. എനിക്ക് ഓണം എന്റെ ദേശീയോത്സവമാണ്. എവിടെയൊക്കെ അന്വേഷിച്ചിട്ടായാലും ഞാൻ പൂക്കൾ കൊണ്ടുവരും, പൂക്കൾ ഇടുകയും ചെയ്യും. രാമൻകുട്ടിയുടെ കടയിൽ ഫോൺ ചെയ്ത് പറഞ്ഞാ പൂ ഇവിടെ കൊണ്ടുതരും. അത് തമിഴ്നാട്ടിൽ നിന്ന് ഇന്നലെ കൊണ്ടുവന്ന് പോലെ എനിക്ക് അതല്ലേ വേണ്ടത്. കേരളത്തിൽ നിന്ന് ഇന്ന് പറിച്ചെടുത്ത പൂക്കൾ ഈ മോഹനേഷൻ കൊണ്ടുവരും. നീ നോക്കിയോ.
പറയുന്നതൊക്കെ കാര്യമുള്ളതാ. പക്ഷെ നടക്കാത്ത കാര്യങ്ങളുടെ പേരിൽ വാശി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കേരളത്തിൽ ഒരിടത്തും പൂക്കളില്ലേ? ഇത് പൂ വരാതിരിക്കാനുള്ള വിഷം വല്ലതും കുത്തിവെച്ച ചെടിയായിരിക്കും. അല്ല പിന്നെ എന്തെങ്കിലും ഒരു പൂ വരണ്ടേ? ഒരിടത്തും പൂക്കളില്ല. കാട്ടുചെടി പോലും പൂത്തിട്ടില്ല. ആ വീടിനുള്ളിലൊരു ഇല്ല, വെറുതെ ഞാൻ പൂ പറിക്കാൻ വന്നല്ല. ആ സഹോദര, ഈ ഭാഗത്ത് നല്ല പൂക്കളുള്ളത് എവിടെയാണ്? നേരെ പോയാൽ മതി. ആ വളവ് തിരിഞ്ഞ് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോ രാമൻകുട്ടിയുടെ പൂക്കട കാണാം. പൂക്കട അല്ല ചോദിച്ചത്, പൂക്കളാണ്. എന്റെ പൊന്ന് സാറേ, കേരളത്തിൽ ഇപ്പൊ പൂക്കളുള്ളത് പൂക്കടയിൽ മാത്രമാണ്. കഷ്ടം കഷ്ടം. പൂക്കളില്ലാത്ത നാടായി മാറിയോ നമ്മുടെ? ഉത്തമൻ നിൽക്കൂ സാറേ. ഞാൻ ഉത്തമനെ കാണാൻ നിൽക്കുകയായിരുന്നു. രാവിലെ മുതൽ ഞാൻ ഉത്തമന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും ബിസി. എന്റെ പൊന്ന് സാറേ, ഇത് എവിടെ നിന്ന് ഇറങ്ങണമെന്ന് എനിക്ക് എന്നെ അറിഞ്ഞൂടാ. സാറേ, ഓണം വന്ന് എന്റെ കൺമുന്നിൽ കയറി നിൽക്കുമ്പോ എനിക്ക് തിരക്കുണ്ടാതിരിക്കാൻ പറ്റുമോ? നാട്ടിലുള്ള സകല പേർക്കും തിരക്കാണതാനും അവരുടെ കാര്യങ്ങൾ നടക്കുകയും വേണം. അപ്പൊ പിന്നെ സകലതും ചെയ്യാൻ ഉത്തമൻ എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഉത്തമൻ എന്തൊക്കെ ചെയ്യും സാറേ? ഇതായിരിക്കുന്നേണ്ട, ഇത് സ്റ്റേറ്റ് ബാങ്കിലെ രാമേന്ദ്ര സാറിന്റെ വീട്ടിലേക്ക് കൊടുക്കാനുള്ള പച്ചക്കറി. ഇത് പഞ്ചായത്തിലെ സെക്രട്ടറി ചന്ദ്രൻകുട്ടി സാറിന്റെ വീട്ടിലുള്ള പലവ്യഞ്ജനം. ഇത് നമ്മുടെ ബ്ലേഡ് ഗോവിന്ദനുള്ള കുപ്പി. ഇതൊക്കെ യഥാസ്ഥാനത്ത് എത്തിച്ചിട്ട് വേണം അടുത്ത റൗണ്ടിന് എനിക്ക് കറങ്ങാൻ വേണ്ടി ഇറങ്ങാൻ. അത് കഴിഞ്ഞ് പീതാംബര സാറിന് ഒരു ആവശ്യം. ഇതിനിടയിൽ എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഉത്തമന് ചെയ്യാൻ പറ്റുമോ? പറയണം സാറേ, സാറിന് എന്താണ് വേണ്ടത്? സാറിനൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടല്ലേ ഉത്തമന് വേറെ ഉള്ളൂ. എങ്കിൽ മടിക്കാതെ പറ സാറേ. കേരളത്തിൽ കിട്ടുന്ന എന്തും ഉത്തമ സാറിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കും. രാവിലെ പൂക്കളിടാൻ നോക്കിട്ട് പൂക്കൾ കിട്ടാനില്ല. ഞാൻ രാവിലെ നാട് മുഴുവൻ അന്വേഷിച്ചു, ഒരു പൂ പോലും കിട്ടാനില്ല. പൂക്കളിടാൻ എനിക്ക് കുറച്ച് പൂ. ഇത്രേ ഉള്ളൂ സംഭവം. എന്റെ പൊന്ന് സാറേ, നേരെ പോയി രാമൻകുട്ടിയുടെ കടയിൽ ചെന്ന് ചോദിച്ചാൽ കിട്ടാത്ത പൂക്കളുണ്ടോ ഇവിടെ? ആ പൂവിന്റെ കാര്യമല്ല ചോദിച്ചത്. പിന്നെ എനിക്ക് രാവിലെ പോയി അടർത്തിയെടുത്ത പൂക്കൾ വേണം. പൂക്കളുള്ള സ്ഥലം എവിടെയാണെന്ന് ഉത്തമം പറഞ്ഞാൽ മതി, ഞാൻ പോയി പറിച്ചെടുത്തോളാം. സാറ് കേരളത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത്? മലയാളിക്ക് പൂ വേണമെങ്കിലേ പൊള്ളാച്ചിയിലോ തോവാളയിലോ ഉള്ള തമിഴിന്റെ തോട്ടത്തുനിന്ന് കൊണ്ടുവരണം. നമ്മുടെ കേരളത്തിൽ പൂക്കളില്ലാന്ന് അറിഞ്ഞൂടാത്ത സാറ് എവിടത്തെ വില്ലേജ് ഓഫീസറാണ്? പക്ഷേ പൂക്കടയിൽ പോയാൽ തുമ്പപ്പൂ കിട്ടില്ലല്ലോ. തുമ്പപ്പൂ ഇല്ലാതെ എന്ത് പൂക്കളൊത്തുമാ? സാറേ, കേരളത്തിൽ ഇപ്പൊ തുമ്പ എന്ന് പറയുന്ന സാധനം ആകെ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. അത് പക്ഷെ പൂവല്ല, ഒരു സ്ഥലമാണ്. ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഈ പറഞ്ഞ തുമ്പയിലാണ്. ഓണപ്പൂക്കളത്തിന്റെ കാര്യം പറയുമ്പോ റോക്കറ്റിന്റെ കാര്യം പറഞ്ഞെന്തിനാ സാറേ? ഈ തുമ്പപ്പൂ എന്ന് പറയുന്നത് വേണമെന്ന് നിർബന്ധമില്ലെങ്കിൽ, മാന്യമായ കാശ് മുടക്കാമെങ്കിൽ അരമണിക്കൂറിനകം പൂ സാറിന്റെ വീട്ടിലെത്തിയിരിക്കും. പിന്നെ ഓണമായിട്ട് തമിഴിന്റെ നാട്ടിലെ പൂ പറ്റൂലെന്നും പറയരുത്. ഓണമല്ലി സാറേ, തമിഴനും മലയാളിയും ഒക്കെ ഒന്ന് തന്നെ. ശരി, ഉദവും പോയി പൂ കൊണ്ടുവാ. പിന്നെ പ്രധാന കാര്യം, കാശ് ഒരുപാട് മുടക്കരുത്. ഈ പരിപാടി തിരുവോണം വരെ വേണ്ടതാ. അപ്പൊ ശരി, അരമണിക്കൂറിനകത്ത് കേട്ടോ സാറേ. അപ്പൊ പറഞ്ഞോലെ. എന്നാലും തുമ്പപ്പൂ കിട്ടുമോ എന്ന് നോക്കണം. പിന്നെ തുമ്പപ്പൂ നിരത്തി വച്ചേക്കല്ലേ അവിടെ? അവിടെ കിട്ടണമെന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വരും. പുതിയ കുട്ടികൾക്ക് തുമ്പപ്പൂ എന്തെന്ന് പോലും അറിയില്ലായിരിക്കും.